വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആമേൻ. പ്രിയമുള്ളവരെ, അബ്രഹാം ദൈവത്തെയുള്ള വിശ്വസ്തയെ പ്രതി, സ്നേഹത്തെ പ്രതി തൻ്റെ മകനെ ബലിയാക്കാൻ തീരുമാനിച്ചു എങ്കിൽ ഇതാ നിത്യനായ ദൈവം, സർവ്വപ്രപഞ്ചത്തിൻ്റെയും ശ്രേഷ്ഠമായ ദൈവം ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തെ രക്ഷിക്കാനായിട്ട് തൻ്റെ ഏകജാതനെ ബലിയായി കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചതായി തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവിടുത്തെ കഠിനമായ പീഡാനുഭവങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ മാനവകുലത്തിന് വലിയ രക്ഷ അവിടുന്ന് ഒരുക്കി. ഇത് ദൈവപിതാവിൻ്റെ വലിയൊരു സ്നേഹമാണ്. ഈ സ്നേഹത്തിന് പകരമായി നാം എന്ത് കൊടുക്കും? നമുക്ക് കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട്, നമുക്ക് കിട്ടിയ വലിയ രക്ഷയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് അവിടുത്തെ വാഴ്ത്താം. നമ്മളെ ഓരോ മക്കളെയും ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവം ശക്തിപ്പെടുത്തട്ടെ. ഓരോ കുടുംബങ്ങളെയും വിശ്വാസത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ.